സാനിയോ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഒരു നിമിഷം തുടരണം. ഇപ്പോൾ മുഖ്യമന്ത്രിയും നാളെ വയനാട്ടിലേക്ക് എത്തും. ഗവർണറും നാളെ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് തിരിക്കുന്നു. നാളെയോടുകൂടി മുഖ്യമന്ത്രി വയനാട്ടിലെത്തും. ഇപ്പോൾ 6-7 മന്ത്രിമാർ വയനാട്ടിലുണ്ട്. നാളെ ഗവർണർ വയനാട്ടിലെത്തും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാളെ വയനാട്ടിലെത്തുന്നുണ്ട്. മുഖ്യമന്ത്രി കൂടി നാളെ വയനാട്ടിലേക്ക് എത്തുന്നു. എല്ലാ കണ്ണുകളും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും വയനാട്ടിലേക്ക് നാളെ എത്തുന്നു. തത്സമയ ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുന്നു. ഇപ്പോൾ ഉള്ള ദൃശ്യങ്ങൾ ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സാനിയോ, തുടരാം. ചൂരൽമലയിലേക്ക് കൂടുതൽ ആളുകളെ മറുഭാഗത്ത് നിന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയുണ്ട്. കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു. കൂടുതൽ മൃതദേഹങ്ങൾ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കാനുണ്ട് എന്നാണ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ പറഞ്ഞത്. മറ്റൊരു വിവരം പറയാനുള്ളത്, ഇപ്പോൾ യോഗം ചേരും അല്പസമയത്തിനകം എന്ന് ടി സിദ്ദിഖ് MLA അറിയിച്ചിട്ടുണ്ട്. വേണു IASന്റെ നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുക. നാളത്തെ ഓപ്പറേഷൻ ഏത് തരത്തിൽ വേണം എന്ന് തീരുമാനിക്കുന്ന യോഗമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഒരു ബോഡി റെസ്ക്യൂ ചെയ്ത് ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ പ്രയാസകരമായാണെങ്കിലും നമ്മൾ എടുക്കുകയാണ്. ഏതായാലും വലിയ ദുരന്തത്തിനിടയിൽ കൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. മഴയുണ്ട്, ചാറ്റൽ മഴയാണെങ്കിലും അത് ബുദ്ധിമുട്ടായി പെയ്യുന്നു. നല്ല ചെളി നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. മാത്രമല്ല 2 JCBകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാനമായ ഘട്ടം പൂർണ്ണമായും നടക്കുന്നത്. 2 JCBകളിലായി കേബിളുകൾ കെട്ടി വലിച്ച് അത് ഉയർത്തിയതിനു ശേഷം അതിലൂടെ റോപ്പ് ഉപയോഗിച്ച് ആളുകളെ ഇക്കരയ്ക്ക് എത്തിക്കുന്ന വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ഇവിടെ ഉള്ളത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, NDRF സംഘമുണ്ട്, സൈനികരുണ്ട്, കണ്ണൂരിൽ നിന്ന് പ്രത്യേക സേനയുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ IAS ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നല്ല മഴ, ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. മഴ അങ്ങേയറ്റം ദുഷ്കരമാകുന്നു. ഇപ്പോൾ യോഗം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ നിരവധി സൈനികർ ഓഫീസർ അടക്കമുണ്ട്. എക്സ്ക്യൂസ് മീ സർ, മലയാളിയാണോ? എന്താണ് ഇപ്പോൾ സാഹചര്യം? എന്താണ്? അതെ, സൈനികരടക്കം ഇവിടെ ഉണ്ട്. അവർ നമ്മളോട് സംസാരിക്കുന്നതിന് വിമുഖത കാണിക്കുന്നു. സ്വാഭാവികമാണ്. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇടപെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അറിയേണ്ടത് രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരാനുള്ള നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയും രക്ഷാപ്രവർത്തനം നടക്കുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒന്ന്, മുഖ്യമന്ത്രി നാളെ വയനാട്ടിലേക്ക് എത്തുന്നു. ഗവർണർ നാളെ വയനാട്ടിലുണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ, സംസ്ഥാനത്തിന്റെ മെഷീനറി മുഴുവൻ വയനാട്ടിലേക്ക് നാളെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, അല്പസമയത്തിനുള്ളിൽ ടി സിദ്ദിഖ് MLA അറിയിച്ചിരിക്കുന്നത് ഒരു ഉന്നതതല യോഗമുണ്ടാവും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന 7ഓളം മന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരിക്കും യോഗം നടക്കുക. നാളത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ശൈലി എന്തെന്ന് തീരുമാനിക്കലായിരിക്കും യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മൂന്നാമത്തത്, നിരവധി സന്നദ്ധ പ്രവർത്തകരടക്കം ആ മേഖലയിലുണ്ട്. അല്പസമയമോ സന്നദ്ധ പ്രവർത്തകരെ ആ മേഖലയിൽ സഹകരിപ്പിക്കാത്തതിൽ ചെറിയ ഒരു വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ഈ മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനത്തിൽ പ്രദേശം അറിയുന്നവരെ ഒപ്പം കൂട്ടണം എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഇപ്പോൾ മിനിസ്റ്റർ വാസവൻ അനുകൂലമായൊരു നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് കൂടി വരാം.